ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ല ഒരു കിടുക്കാച്ചി ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഗാർലിക് ചട്നി മുംബൈ സ്റ്റൈലിൽ. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണങ്ങിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ച തേങ്ങ എടുക്കേണ്ട കേട്ടോ, ഉണങ്ങിയ തേങ്ങയാണ് നല്ലത്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റ് കോക്കനട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഞാൻ. സാധാരണ ഇങ്ങനെയാണ് ഈ ചട്നിക്ക് ചെയ്യുന്നത്. ഇത് വളരെ നൈസായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ആയി വരും. ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതൊരിക്കലും ഫ്രൈ ആക്കി എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ, ഫ്ലെയിം വളരെ കുറച്ച് വെക്കാം. നമ്മളിതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് അതുകൊണ്ട് തന്നെ നമുക്കിത് ചൂടായി വരുന്നുണ്ടാവും. ഫ്രൈ ആക്കി നമുക്ക് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മളത് ഫ്രൈ ആക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. നമ്മൾ തീയിലൊക്കെ വയ്ക്കുന്ന ആ ഒരു ഇതിൽ പോവും. അങ്ങനെ പാടില്ല. നമുക്കിത് ഒന്ന് ചൂടായി വന്നാൽ മതി. ഇനി ഇത് ചൂടാക്കിയിട്ട് നമ്മൾ ഈ പാനിലുള്ള ഈ പൊടിയുണ്ടല്ലോ, ഇതങ്ങ് തുടച്ച് കളയാം നമുക്ക്. അല്ലെങ്കിൽ ഇത് കിടന്നിട്ട് കരിഞ്ഞിട്ട് നമ്മുടെ ചട്നിക്ക് ഒരു കയ്പ്പ് രസമായിരിക്കും വരുന്നത്. പാടെ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇനി എടുത്ത് ചേർത്ത് കൊടുക്കുന്നത് പീനട്ടാണ്. ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു. നല്ല കപ്പലണ്ടി ആയിരുന്നു. അപ്പോൾ ഞാനിത് മുംബൈ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല പീനട്ട് നമുക്ക് ഓൺലൈനിൽ കിട്ടുമോ നോക്കുമ്പോൾ നല്ലത് കിട്ടുന്നുണ്ട്. ഇവിടെ ഷോപ്പുകളിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഓൺലൈനിൽ വാങ്ങുന്നത്. അപ്പോൾ റിവ്യൂ ഒക്കെ നല്ലതായിരുന്നു. നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് തന്നെ നമുക്കിതിന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ രണ്ടും ഞാൻ കാണിക്കുന്നുണ്ട്. മറ്റേത് ഇതുണ്ടല്ലോ, ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. കളർ നല്ല വ്യത്യാസമുണ്ട്. ചെറിയൊരു വലിപ്പത്തിനും ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ ഞാൻ തേങ്ങയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു 3 മിനിറ്റോളം മതിയാവും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങും. ആ സമയത്ത് കണ്ട ചിലതൊക്കെ പൊട്ടിയിട്ട് തോല് മാറിയിട്ടില്ലേ, ആ സമയമാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഈ ചമ്മന്തി എന്ന് പറയുന്നത് നമുക്ക് ദോശ, അപ്പം, ചപ്പാത്തി, ചോറ് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് ബോംബെയിലൊക്കെ നമുക്ക് വടാപ്പാവിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സൂപ്പർ സംഭവമാണ് കേട്ടോ. അടിപൊളി ഐറ്റമാണിത്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളകാണ്, വറ്റൽമുളക്. അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിലും തുടച്ച് കളയണം. ഇനി വറ്റൽമുളക് കാശ്മീരി മുളകാട്ടോ എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് നല്ല കളറും കിട്ടും, ഓവറായിട്ടുള്ള എരിവും കാണില്ല. ഇനി ഈ മുളകിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഞെട്ടോട് കൂടിയാണ് ഞാനെല്ലാം സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന മുളകുകളൊക്കെ. കാരണം ആ ഞെട്ടുണ്ടെങ്കിൽ ഈ കുരു ഇതിലേക്ക് വീണിട്ട് കരിഞ്ഞു പോവില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പൊടിക്കുന്ന സമയത്ത് ഞെട്ട് മാറ്റിക്കളയാം. ഇതിപ്പോൾ ഒരു 19 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും കാശ്മീരി മുളക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് വിട്ടോ ഞാൻ. ഇനി ചിലപ്പോൾ ഇതിരുന്ന് പൂത്തൊക്കെ പോകുമല്ലോ, പിന്നെ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ചേർത്തു. എരിവ് എന്തായാലും ഒരുപാട് ഓവർ ആവില്ല. ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ മുളകിന് മാത്രമേ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഓയിൽ ഒഴിക്കാതെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മുളക് നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം, എങ്കിലേ ആ മുളകിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി വരുള്ളൂ. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾക്ക് വേണ്ടത് ഗാർലിക് ചട്നിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, മുംബൈ സ്റ്റൈൽ ഗാർലിക് ചട്നി. അപ്പോൾ ഗാർലിക് എടുത്തിട്ടുണ്ട്. ഗാർലിക് എന്ന് പറയുന്നത് നമ്മുടെ വലിയ 2 തുടം എന്നൊക്കെ പറയും, പൊട്ടിക്കാതെ ഉള്ള അതുണ്ടല്ലോ, 2 തുടം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലത്തെ 2 എണ്ണം എടുത്തിട്ട് വലിയ വെളുത്തുള്ളിയാണ് ഈ ഒരു നമ്മുടെ ഈ റെസിപ്പിക്ക് നല്ലത് കേട്ടോ. അതെടുത്തിട്ട് പൊളിച്ചിട്ട്, ഇത് പൊളിക്കാതെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാൻ പറ്റും. പിന്നെ അത് കഴുകണം. പൊളിക്കാതെ എടുത്തിട്ട് കഴുകി വെള്ളം ആകണ്ടെന്ന് വിചാരിച്ചിട്ടോ ഞാൻ നേരത്തെ പൊളിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു. വെള്ളമൊക്കെ കഴുകി തുടച്ചെടുത്തിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. എന്നിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ട് ചെറുതായിട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് ഇടിച്ചു കിട്ടോ. അപ്പോൾ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇത്ര പൊട്ടാനേ പാടുള്ളൂ, ഒരുപാട് ചതഞ്ഞ് പോകാൻ പാടില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും.
എന്നിട്ട് ഇത് അതുപോലെ പാനിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അങ്ങനെ മാറരുത്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. അത്രേ വേണ്ടൂ. അതിപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പം ഇത് ചേർക്കുന്നതിന് മുമ്പും പൊടി എന്തെങ്കിലും ഉണ്ട് നമുക്ക് നന്നായിട്ട് തുടച്ച് കളഞ്ഞാൽ തുടച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ജീരകം എന്ന് പറയുന്നത് ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഓവറായിട്ട് ജീരകം നമുക്കിതിൽ വേണ്ട. ഗാർലിക്കിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ജീരകം അതിൽ എന്താ പറയുക, ഗാർലിക്കിൻ്റെ ആ ഒരു ടേസ്റ്റിനെ മറികടക്കാൻ പാടില്ല. അതുകൊണ്ട് ജീരകം കുറച്ച് ചേർക്കുക. ജീരകവും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. കുറച്ച് സമയം മതിയല്ലോ. അത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എള്ളാണ്. വെളുത്ത എള്ളാണ് ഇതിന് ചേർക്കാറ്. കറുത്ത എള്ള അങ്ങനെ ചേർക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇനി 2 ടീസ്പൂൺ എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിവിടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം 1 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ആയി വരും. കാരണം പാൻ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് കൂട്ടി കഴിക്കാനായിട്ട് ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, ചോറ്, കഞ്ഞി എല്ലാത്തിനും അടിപൊളിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പൊട്ടറ്റോ ബോണ്ട ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടും കൂടെ ഒരു ദിവസം ഉണ്ടാക്കുമ്പം നമുക്ക് ടൈം കുറച്ച് പോകും. അപ്പോൾ ഇത് ആദ്യം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ കൂടി എടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിന് ബോംബെയിലൊക്കെ അധികവും ഞാൻ കഴിച്ചിട്ടുള്ളത് അതുപോലെ പൊട്ടറ്റോ ബോണ്ട, അതല്ലെങ്കിൽ വടാപ്പാവ്, ഇതിനൊക്കെയാണ് അധികവും നമ്മൾ കഴിച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപാരം. കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഈ ഒരു ചട്നി ഭയങ്കര ഫേമസ് ആണ് അവിടെ, ഗാർലിക് ചട്നി. അപ്പം നമ്മളിതെല്ലാം ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ മാംഗോ പൗഡറാണ്. നമുക്ക് പുളി വേണം, ഒരല്പം ചേർത്ത് കൊടുക്കാം, നിർബന്ധമില്ല പുളി. അപ്പോൾ ഇതിനകത്ത് നല്ലതുപോലെ ഉപ്പുണ്ട്. ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ മാംഗോ പൗഡറാണ്. ഉപ്പ് നല്ലതുപോലെ ചേർത്തിട്ടാണ് ഞാനിത് പൊടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം ഇത് ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഞാനൊന്ന് നോക്കുകയാണ് ഉപ്പ് എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ കൂടെ നമുക്ക് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ്, പുളി, എരിവ് ഇതെല്ലാം നമുക്ക് കുറവായിരുന്നു. അപ്പോൾ ഞാനത് ഒരല്പം ഡ്രൈ മാംഗോ പൗഡറും ചേർത്തു. പിന്നെ അതാ ഒരു സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് വളരെ കുറവായിരുന്നു. ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അപ്പോൾ കുറച്ചധികം ചേർക്കണം. പിന്നെ നമുക്ക് നിറച്ച് 1 ടീസ്പൂൺ തന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയല്ല, സാധാ മുളക് പൊടിയാണ്. എന്നിട്ട് ഞാൻ ഉപ്പൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരല്പം കൂടെ എരിവാകാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ പിന്നെ ഒരുപാട് എരിവ് അങ്ങോട്ട് ആക്കിയില്ല കേട്ടോ. കാരണം ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള കറിവേപ്പില പൊടിക്ക് നല്ല എരിവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിന് കുറച്ച് എരിവ് കുറയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് ഇത്ര എരിവ് മതി. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കിഡിലം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. താങ്ക്